ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 20 ഡേയ്സ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ഇവിടെ പെരുന്നാളൊക്കെ ആയിട്ട്, പെരുന്നാളിൻ്റെ ഭാഗമായിട്ടല്ല, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാത്രിക്ക് ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മോൾക്ക് തണുപ്പടിച്ചിട്ട് പനി പിടിച്ചു. മക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പഠനത്തിൻ്റെ കാര്യം മക്കളുള്ള അമ്മമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. കട്ടപ്പുകയാണ്. അവൾ മടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വാശി, കരച്ചിലും ക്ഷീണമൊക്കെ തന്നെയായിരുന്നു പാവത്തിന്. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് പഠിക്കാൻ പറ്റിയില്ല ഒരു ദിവസം. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടോ, മരുന്നൊക്കെ കൊടുത്ത്. അപ്പോൾ ഞാനൊരു ദിവസം ഗ്യാപ്പ് എടുത്ത് അടുത്ത ദിവസമാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ്. പതിവ് പോലെ തന്നെ ഞാൻ ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത് 1.5 മണിക്കൂർ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിന് കൊടുക്കാമെന്നാണ്. GK ആയിട്ട് എടുത്തിട്ടുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ CA റിവിഷനും കൂടെ നോക്കണം എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടെ പറ്റുവാണെങ്കിൽ റിവൈസും കൂടെ ചെയ്യണം, മുൻപ് പഠിച്ച കാര്യങ്ങൾ. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ ഞാൻ നോക്കുന്നത് വിപ്ലവങ്ങളാണ്, റഷ്യൻ വിപ്ലവമൊക്കെ. കാരണം അത് SCRT ആയിട്ടാണ് നോക്കുന്നത്. കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതും UN അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ വിപ്ലവങ്ങൾ തന്നെ അത്യാവശ്യം നോക്കാനുണ്ട്. എന്നാൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ താനും. നമുക്ക് വേഗത്തിൽ ഇപ്പോൾ ഹിസ്റ്ററി പാർട്ടിലൊക്കെ വേഗത്തിൽ പഠിച്ചു തീർക്കാൻ വേൾഡ് ഹിസ്റ്ററിയാണ് ഏറ്റവും വേഗം പഠിച്ചു തീർക്കാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്ക് മാത്രമേ അതിനകത്ത് ടോപ്പിക്സ് ഉള്ളൂ. നമ്മളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള ഫുൾ മാർക്കും മേടിക്കാവുന്നതാണ്. പിന്നെ റിവൈസ് ചെയ്ത് കൊടുത്ത് അതിന് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കുകയും വേണം. ഇനി അങ്ങോട്ട് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാതെ സ്മാർട്ടായിട്ട് ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ടൈം ഒത്തിരി നമുക്ക് പോകും. ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഉറപ്പിച്ച് പോവുകയാണെങ്കിൽ അധികം ടൈമൊന്നും വേണ്ടി വരില്ല. കാരണം ഇനി ഏകദേശം ഫസ്റ്റ് ഫേസ് എക്സാം 24-ാം തീയതി മെയ് 24-ന് ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പം നമ്മൾ മേ ബി ഫസ്റ്റ് ഫേസ് ആകാം, സെക്കൻഡ് ഫേസ് ആകാം. പക്ഷെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് ഫസ്റ്റ് ഫേസിനെയാണ്. നമുക്ക് ഫസ്റ്റ് ഫേസിൽ എക്സാം ഉണ്ടാവുമെന്ന് തന്നെ കണ്ടുവേണം ഇനി അങ്ങോട്ടുള്ള പഠനമൊക്കെ കൊണ്ടുപോകാൻ. ഡിഗ്രി ലെവൽ പ്രിലിംസിന് എനിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ശനിയാഴ്ച ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമും ഉണ്ട്. പിന്നെ ഫോക്കസ് ചെയ്യുന്ന മറ്റേ എക്സാം അടുത്ത എക്സാം ആയതുകൊണ്ട് ഞാൻ ഇത് പോയി എഴുതും പോരും, അത്രയേ ഉള്ളൂ. എങ്കിലും ചെറിയൊരു ടെൻഷനുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ എക്സാം വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആട്ടെ, ടെൻഷൻ അടിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അപ്പം നമ്മൾ ആ രീതിയിലൊക്കെ നമ്മുടെ പഠനം കൊണ്ടുപോകണം. പിന്നെ ഞാൻ അതിനുശേഷം നോക്കിയത് ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷിൽ PYQ തന്നെയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഈ PYQ ബുക്ക് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഞാനൊക്കെ ഇപ്പോഴാണ് കൺസിസ്റ്റൻ്റായി ഒന്ന് പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ചില ഭാഗങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരുന്നത്, മീൻസ് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ ഈ ആക്റ്റീവ് പാസീവ് വോയിസ്, അതൊക്കെ മിക്ക എക്സാം പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ അതുണ്ട്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര കോറായിട്ടുള്ള ഏരിയ ആണ് ഇംഗ്ലീഷിൽ അതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒത്തിരി മുൻപ് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. അത് കൂടുതലും ഞാൻ എക്സാം ടൈം ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ടിപ്സ് കുറച്ചിങ്ങനെ നമ്മുടെ ജെറിൻ സാറിൻ്റെ മാത്സ് ക്ലാസ് പോലെ കുറച്ച് ടിപ്സ് ഇങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്. അവർ വേഗത്തിൽ ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്പുകൾ നമുക്ക് പറഞ്ഞു തരും. മീൻസ് നമ്മൾ ഈ കറക്റ്റ് അതിൻ്റെ മീൻസ് എന്താ പറയുക, കറക്റ്റ് ഈ ഇതൊക്കെ പഠിച്ചു പോകാണ്ട് ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് വേയിൽ എന്നല്ല, ഇത് കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ടിപ്സ് ഉണ്ടാവുമല്ലോ. അതിൽ കുറച്ചൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ അത് പഠിച്ചെടുത്താലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറേ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മുൻപ്. ഒന്നും കംപ്ലീറ്റഡ് അല്ല എന്നുള്ളതാണ് നേരെ. അപ്പോൾ അതും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എക്സാം ടൈം ആയല്ലോ ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നോക്കാം. എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്നോർത്ത് അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്സാണ് നോക്കിയത്. മാത്സിൽ പിന്നെ മാത്സും PYQ തന്നെയാണ് നോക്കുന്നത്. പിന്നെ CA നോക്കിയത് മൊബൈൽ നോക്കിയിട്ടാണ്. നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു, കംപ്ലീറ്റഡ് അല്ല. സോ ഞാൻ ഇനി നോട്ട് എഴുതി ഒന്നും ടൈം കളയുന്നില്ല. അതുകൊണ്ട് CA അല്ലേ 10 തവണ വായിച്ചാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. 10 തവണയൊന്നും വായിക്കേണ്ട, CA 2-3 തവണ വായിച്ച് നമുക്ക് ഓർമ്മ നിൽക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതും
മൊബൈലിൽ തന്നെയാണ് നോക്കിയത്. വെക്കസ് പീഡിയൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ നല്ല ആണ്. അത് നോക്കിയാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ബാക്കിയുണ്ട് കേട്ടോ പത്രവാർത്തകൾ, ഒത്തിരി ചാനൽസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇവരുടെയാണ്. അതുകൊണ്ട് അതാണ് നോക്കിയത്. പിന്നെ ഞാൻ നോക്കിയത് മലയാളമാണ്. മലയാളവും ടെലഗ്രാം നോക്കി എഴുതി വെച്ച് നോട്ട് ഉണ്ട്, നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് നോക്കിയാണ് ഞാനീ പഠിക്കുന്നത്. അതും PYQയൊക്കെയാണ് കൂടുതൽ ആ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് റിവിഷൻ നടത്താൻ എനിക്ക് പറ്റിയില്ല. ബാക്കി എഴുതി വെച്ച ടോപ്പിക്സൊക്കെ കവർ ചെയ്തു സമയം നോക്കി. പക്ഷേ എനിക്ക് എന്നും റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ അപ്പോൾ അടുത്ത ദിവസം ഞാൻ ആദ്യം റിവൈസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് പുതിയതല്ല, നമ്മൾ അടുത്ത ടോപ്പിക്ക് ഏതാണോ അത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.